ആരംഭിക്കുകയാണ്. അതിന് മുൻപായി ഈ ജോക്കി ക്ലബിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിയുകയും നിർബന്ധമായും പാലിക്കുകയും ചെയ്യേണ്ട ചില ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അനൗൺസ്മെൻറ്റുകൾ നിങ്ങളെ അറിയിക്കുന്നതിനായി UKKCയുടെ ബഹുമാനനായ ജോയിന്റ് ട്രഷറർ ശ്രീ ജെറി ജെയിംസിനെ ഈ വേദിയിലേക്ക് വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ 17ാമത് കൺവെൻഷൻ്റെ പൊതുസമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന വെൽക്കം ഡാൻസ്, എല്ലാ യൂണിറ്റുകളുടെയും നയനമനോഹരമായ കലാപരിപാടികൾ, ഇതെല്ലാം ഉടനെ തന്നെ പൊതുസമ്മേളനത്തിൻ്റെ പുറകെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനു മുമ്പായി ജോക്കി ക്ലബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചുള്ള ചില ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ്. ഇന്നേ ദിവസം ഫയർ ഡ്രിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫയർ അലാറം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിരിക്കുന്ന രണ്ട് ബാക്ക് സൈഡിലും അതുപോലെ തന്നെ അപ്പ് സൈഡിൽ ബാക്ക് സൈഡിലുമുള്ള ഫയർ എൻട്രൻസ് വഴി ജോക്കി ക്ലബ് സ്റ്റുവേർഡ്സിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഹോളിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഉള്ള ഫയർ സ്പോട്ടിൽ എത്തിച്ചേരേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാളിൻ്റെ മെയിൻ എൻട്രൻസിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ നമ്മുടെ മുകളിലത്തെ ബാൽക്കണിയിലുള്ള റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ ഗ്രീൻ റൂംസ്, ഈ നിങ്ങളിരിക്കുന്ന രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ഈ 4 സ്ഥലങ്ങളിലും ടോയ്ലറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികളെ, ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ കുട്ടികളുടെ നാപ്പീസ് മാറുന്നത് അത് അതിൻ്റേതായ ഡിസ്പോസ് ചെയ്യാനുള്ള ബിന്നുകളിൽ മാത്രം ഡിസ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ ജോക്കി ക്ലബിൽ എല്ലാവിധ ഫസ്റ്റ് എയ്ഡ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ അല്ലെങ്കിൽ ജോക്കി ക്ലബ് ഭാരവാഹികളെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. താങ്ക് യു. കേരളത്തിലെ കൊടുങ്ങല്ലൂരിലേക്ക് കുടിയേറിയ ജ്ഞാനായക്കാർ എല്ലാവരുമായി സ്നേഹത്തിൽ വർത്തിച്ചുകൊണ്ടും എല്ലാവർക്കും സേവനം അർപ്പിച്ചുകൊണ്ടും ക്രിസ്തുവിൽ സകലരെയും സഹോദരങ്ങളായി കണ്ടുകൊണ്ടും ആഗോള സഭയുടെ ഐക്യത്തിലും പരിശുദ്ധിയിലും പങ്കുചേർന്നുകൊണ്ട് മുൻപോട്ടു പോകുന്ന ജ്ഞാനായക്കാർ 2000 ആണ്ടിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് കുടിയേറിയ ജ്ഞാനായക്കാർ തങ്ങളുടെ പൂർവപിതാക്കന്മാർ പകർന്നു നൽകിയ സഭാവിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും തനിമയും വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനായി സമുദായ അംഗങ്ങൾ രൂപം നൽകിയ യുണൈറ്റഡ് കിങ്ഡം ജ്ഞാനായ കാത്തോലിക് അസോസിയേഷൻ എന്ന സംഘടന മുൻ ഭാരവാഹികളുടെ ദീർഘവീക്ഷണത്തിലും സമുദായ അംഗങ്ങളുടെ നിസ്വാർത്ഥമായ സഹകരണത്തിലും സ്നേഹത്തിലും സർവോപരി പരമകാരുണ്യവാനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലും വളർന്ന് വലുതായ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി സംഘടന 10 റീജിയണുകളിൽ 51 യൂണിറ്റുകളുമായി പടർന്ന് പന്തലിച്ച യുണൈറ്റഡ് കിങ്ഡം ജ്ഞാനായ കാത്തോലിക് അസോസിയേഷന്റെ 17ാമത് കൺവെൻഷന് ഇതാ ഇവിടെ തിരി തെളിയുകയായി.
Ladies and gentlemen, now it is time for us to express our gratitude, integrity, passion, and love towards this beautiful nation. Let us all stand up with respect for the national anthem of the United Kingdom. Good afternoon, everyone. Once again, I am Anil Matthew Mangalat. It gives me immense pleasure to welcome all our distinguished guests and all my loving Knanaya Catholic brothers and sisters to this prestigious 17th annual convention of the UKKCA. Knanaya community is a unique community with a ferocious determination to protect our identity, heritage, culture, and faith. We are the only community which has successfully practiced and sustained the fundamental principles of endogamy for the last 1700 years. We had to overcome many obstacles, but none of them were a problem for us because we never took them as a problem. Instead, we took them as a challenge, and each challenge made us more united and stronger. We have been known as a migrant community since our first migration from the Jewish land of Mesopotamia to the land of Kodungalur in Kerala. We are a community who do not compromise on education, which made our people incredibly enthusiastic to explore the opportunities which arise in different parts of the world. As a result of that, we have made our presence in more than 40 countries of this enormous world. We received a very warm welcome from all the countries wherever we migrated to. And we definitely received a very warm welcome from this great nation of United Kingdom. We are very loyal to this country and have made a very significant contribution to this flourishing nation, especially to the NHS of this country. Our presence in the Catholic churches of this land has rejuvenated the Catholic faith in this country, which persuaded the Syro-Malabar Eparchy of Great Britain to propose 15 Knanaya Catholic missions exclusively for the Knanaya Catholic community in the United Kingdom. God has been pouring his blessings upon us for the last 17 years. He has brought us to this beautiful country. He has blessed us with beautiful children. We are blessed with a very youthful, productive, and dynamic youth who are ready to take up the challenging jobs of this country. Now it is time for us to thank him and praise him. Let us begin this graceful event with our traditional prayer song, Marthomen Nanmayal Onu Thudangunnu.
മത്തോമൻ നന്മയാലങ്ങോ തുടങ്ങുന്നു നന്നായി വരണമേ ഇന്ന്. ഉത്തമനായ മിശിഹാതിരുവുള്ളം ഉന്മയെ നൽകണം. സന്ദേശനായ എഴുന്നള്ളി വന്നിട്ട് കർപ്പൂരപ്പന്തരകമേ. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലാകനായേനും വന്ദൻ മിശിഹായും കൂടെ തുണയ്ക്കായി വർക്ക്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ നമ്മുടെ അഭിമാനമായ UKKCAയുടെ കെട്ടുറപ്പ് അതിൻ്റെ ഭാരവാഹികളുടെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. വാക്കുകളെക്കാൾ ഉപരി പ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് അതിലുപരി വിനയാധീന്യതനായി നിന്നുകൊണ്ട് UKKCAയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് UKKCAയുടെ ആരാധ്യനായ സെക്രട്ടറി ശ്രീ സാജു ലൂക്കോസ്. Ladies and gentlemen, please put your hands together to welcome probably the most humble person of our community, but certainly the brilliant secretary of the UKKCA, Mr. Saju Lukos, for the welcome speech. കാതങ്ങൾ താണ്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും UKKCA എന്ന മഹാവിസ്മയം തീർക്കുവാൻ എത്തിയ UK-യിലെ എൻ്റെ പ്രിയജ്ഞാനായ സഹോദരീ സഹോദരന്മാരെ, ചെറുപുഴകളാകുന്ന യൂണിറ്റുകൾ ചേർന്ന് സമുദായ സ്നേഹത്തിൻ്റെ തിരകൾ ആർത്തിരമ്പുന്ന ഒരു മഹാസാഗരമാക്കി ഈ കൺവെൻഷൻ നഗറിനെ മാറ്റിയതിൽ നിങ്ങൾക്കെൻ്റെ അനുമോദനങ്ങൾ. UKKCA എന്ന മഹാവൃക്ഷത്തെ നട്ടുവളർത്തി ഒരു വടവൃക്ഷമാക്കി മാറ്റിയ എല്ലാ മുൻ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായി മാറിക്കഴിഞ്ഞ UKKCAയുടെ സമാനതകളില്ലാത്ത കൺവെൻഷൻ വീണ്ടും ഒരിക്കൽ കൂടി വന്നണയുമ്പോൾ നാം ലോക ജനതയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ചരിത്രം എഴുതുകയാണ്. കഴിഞ്ഞ 17 നൂറ്റാണ്ടായി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ആചാരങ്ങളും പാരമ്പര്യങ്ങളും വംശശുദ്ധിയും തന്നെയാണ് ഈ വളർച്ചയുടെ രഹസ്യം. കൃപയുടെ നീർച്ചാൽക്കരയിലെ വൻമരമായി വളർന്ന UKKCAയുടെ ഈ വളർച്ചയിൽ ഒട്ടേറെ പേരോട് നന്ദിയും കടപ്പാടും അതിലേറെ ജ്ഞാനായ മക്കൾക്ക് അഭിമാനവുമുണ്ട്. UKKCA അതിൻ്റെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവിക പദ്ധതിയുടെ പരിപൂർണതയിൽ നമുക്കായി അനുവദിച്ച 15ഓളം ജ്ഞാനായ മിഷനുകൾ നമ്മുടെ പൈതൃകത്തിലും പാരമ്പര്യത്തിലും ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ സഭയോടും സമുദായത്തോടും ചേർത്ത് വളർത്തുന്നതിനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. കുടിയേറ്റം എന്ന വികാരം സിരകളിൽ അഗ്നിയായി കാത്തു സൂക്ഷിക്കുന്ന ജ്ഞാനായ സമുദായത്തിന് ഈ കുടിയേറ്റ ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്ന 15ഓളം ജ്ഞാനായ മിഷനുകൾ നമ്മുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറും. 17 നൂറ്റാണ്ടായി നമ്മൾ ആചരിച്ചു വരുന്ന പാരമ്പര്യങ്ങളും പൈതൃകവും സ്വവംശ വിവാഹ നിഷ്ഠയും തന്നെയാണ്
അത് കാത്തു പരിപാലിച്ചുകൊണ്ടുള്ള ഒരു ജ്ഞാനായ മിഷനും ആയി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് UKKCA എക്കാലവും പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഈ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ കരുത്തൊട്ടും ചോർന്നു പോകാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ നമുക്കേവർക്കും ബാധ്യതയുണ്ട്. സമുദായ സ്നേഹമെന്ന മൂലക്കല്ലിൽ പടുത്തുയർത്തിയിരിക്കുന്ന UKKCA എന്ന ഈ പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തുരക്ഷിക്കുന്നതിനുള്ള കഴിവ് UK-യിലെ ജ്ഞാനായക്കാർക്കുണ്ട്. വ്യത്യസ്ത വീക്ഷണങ്ങൾ പുലർത്തുമ്പോഴും സമുദായ നന്മയെ കരുതിയുള്ള പൊതുലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നതിനുള്ള കരുത്ത് ദൈവം തൻ്റെ തെരഞ്ഞെടുത്ത ഈ ജനത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മെ ദുഃഖത്തിലാഴ്ത്തി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ എബ്രഹാം വിരുത്തിക്കുളങ്ങര പിതാവിൻ്റെയും UK-യിലെ പ്രിയ ജ്ഞാനായ സഹോദരങ്ങളുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ അശ്രുപൂജകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. UKKCA-യുടെ 17ാമത് കൺവെൻഷന്റെ പൊതുസമ്മേളനം UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ ആയിരക്കണക്കിന് ജ്ഞാനായ മക്കളെ സാക്ഷി നിർത്തി ഏതാനും നിമിഷങ്ങൾക്കകം തിരിതെളിയുമ്പോൾ അധ്യക്ഷനാകുന്നത് UKKCA-യുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ തോമസ് ജോസഫ് തൊണ്ണമാവുങ്കലാണ്. തൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ ഇടവേളകളിൽ സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിനു വേണ്ടിയും സമയം മാറ്റിവെക്കുന്ന കർമ്മയോഗി, പ്രതിസന്ധികളിൽ സമുദായത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സമുദായ സ്നേഹി, UKKCA ബ്രിസ്റ്റോൾ യൂണിറ്റ് പ്രസിഡന്റ്, ബ്രിട്ടനിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മകളിൽ ഒന്നായ ബ്രിസ്കിയുടെ പ്രസിഡന്റ് എന്നീ നിലകളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തി, ബ്രിട്ടനിലെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന UKKCA-യുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ തോമസ് ജോസഫ് തൊണ്ണമാവുങ്കലിനെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവാണ്. 2006 ഒക്ടോബർ 27 ജ്ഞാനായ മക്കൾക്ക് സന്തോഷത്തിൻ്റെയും കോട്ടയം അതിരൂപതയ്ക്ക് വാഴ്വിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സ്വർഗീയ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് അതിരൂപതയുടെ സഹായമെത്രാനായി നമുക്ക് ലഭിച്ച നമ്മുടെ പിതാവ് പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധിയും ലാളിത്യവും കാത്തു സൂക്ഷിക്കുന്ന ജ്ഞാനായ സമുദായത്തെ സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലൂടെ നയിക്കുന്ന യോഗീപുത്രൻ, KCBC യൂത്ത് കമ്മീഷൻ ചെയർമാൻ എന്നീ നിലയിൽ നാളെയുടെ പ്രതീക്ഷകളാകുന്ന യുവസമൂഹത്തെ നയിക്കേണ്ട മാർഗദർശി, കോട്ടയം അതിരൂപതയുടെ വളർച്ചയിൽ നിർണായക സംഭാവനകൾ നൽകിയ പുരോഹിത ശ്രേഷ്ഠൻ, രണ്ടാം ജ്ഞാനായ കുടിയേറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന മലബാർ കുടിയേറ്റത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച വേളയിൽ മലബാറിലെ ജ്ഞാനായക്കാരുടെയും പൊതുസമൂഹത്തിൻ്റെയും നന്മ ലക്ഷ്യമാക്കി ഒട്ടനവധി സമഗ്ര പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ മനുഷ്യസ്നേഹി, ലോകമാസകലമുള്ള ഓരോ ജ്ഞാനായക്കാരനും സ്നേഹപൂർവം വിളിക്കുന്ന നമ്മുടെ സ്വന്തം മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ UKKCA-യുടെ 17ാമത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രൗഢഗംഭീരമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അടുത്തതായി ഇടുക്കിയുടെ സ്വന്തം MLA-യും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രമുഖ തേരാളിയുമായ ശ്രീ റോഷി അഗസ്റ്റിൻ. ഹൈറേഞ്ച് ജില്ലയായ ഇടുക്കിയുടെ ഹൃദയത്തുടിപ്പുകൾ തൊട്ടറിഞ്ഞ ജനനായകൻ. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എക്കാലവും ജനങ്ങൾക്കൊപ്പം നിന്ന് ജനാഭിലാഷത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇടുക്കിക്കാരുടെ സ്വന്തം റോഷി. ക്നാനായ് സമുദായവുമായി ഉറ്റബന്ധം പുലർത്തുന്ന, സമുദായങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സമുദായാംഗങ്ങളുടെ അഭ്യുദയകാംക്ഷി. ഇടുക്കിയുടെ വീരനായകൻ ശ്രീ MLA റോഷി അഗസ്റ്റിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ക്നാനായ് സമുദായത്തിൻ്റെ UK-യിലെ ആത്മീയ ശ്രേഷ്ഠനും സീറോ മലബാർ വികാർ ജനറലുമായുള്ള ഫാദർ സജി മലയിൽ പുത്തൻപുരയാണ്. ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയിൽ ആത്മീയ നേതൃത്വം നൽകുന്ന സംഭാവന വളരെ വലുതാണ്. ക്നാനായ് സമുദായത്തിൻ്റെ ആത്മീയ ആവശ്യങ്ങളിൽ എന്നും ശ്രദ്ധാലു. UK-യിലെ ക്നാനായ് സമുദായത്തിനായി അനുവദിച്ച 15ഓളം ക്നാനായ് മിഷനുകളുടെ മുഖ്യശില്പി. തൻ്റെ എല്ലാ ഔദ്യോഗികർക്കിടയിലും 15ഓളം മിഷനുകളുമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം ജോലി ചെയ്യുന്ന സമുദായ സ്നേഹി. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ ഡയോസിസ് വികാർ ജനറലും UKKCA സ്പിരിച്വൽ അഡ്വൈസറുമായ ഫാദർ സജി മലയിൽ പുത്തൻപുരയെ നിറഞ്ഞ മനസ്സോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്കായി ആശംസകൾ അർപ്പിക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ക്നാനായ് യാക്കോബായ സഭയുടെ പ്രതിനിധി ഫാദർ സജി എബ്രഹാമാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഇരുന്നാലും ക്നാനായക്കാർ തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. ഏത് സഭയിലായിരുന്നാലും ഒരേ പാരമ്പര്യങ്ങളും വംശാവലിയുമാണ് നമ്മെ അവരുമായി അടുപ്പിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കൺവെൻഷനിൽ മുഖ്യാതിഥിയായി എത്താമെന്നേറ്റിരുന്ന ശ്രീ സേവിയർ എസ് തിരുമേനിക്ക് ചില സാങ്കേതിക സാഹചര്യങ്ങളിൽ തിരികെ നാട്ടിലേക്ക് പോകേണ്ടി വന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായും ക്നാനായ് യാക്കോബായ സഭയുടെ പ്രതിനിധിയായും ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ സജി അച്ഛനെ ഞാൻ നിറഞ്ഞ മനസ്സോടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതാണ്ട് 1.5 വർഷം പിന്നിടുമ്പോൾ ഫാദർ ബേബി കട്ടിയാങ്കലിനെ UK-യുടെ നാനാഭാഗത്തുമുള്ള ക്നാനായക്കാർക്ക് പരിചിതനായി കഴിഞ്ഞു. ലണ്ടൻ ആൻഡ് കെന്റ് ക്നാനായ മിഷന്റെ പ്രവർത്തനങ്ങളെ സമുദായ താല്പര്യങ്ങൾ ഒട്ടും ബലികഴിക്കാതെ നയിക്കുന്ന ആത്മീയ നേതൃപാടവം. UK-യിലെത്തിയ നാൾ മുതൽ UKKCA എന്ന ആത്മായ സംഘടനയുമായും അതിൻ്റെ നേതൃത്വവുമായും നല്ല ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി. ലണ്ടൻ ആൻഡ് കെന്റ് റീജിയനിലുള്ള എല്ലാ ക്നാനായ സഹോദരങ്ങളുടെയും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന ഫാദർ ബേബി കട്ടിയാങ്കലിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ നിറഞ്ഞ മനസ്സോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ഫാദർ സജി തോട്ടത്തിലച്ഛനാണ്. കഴിഞ്ഞ 10-14 വർഷമായി UK-യുടെ വടക്കേയറ്റത്ത് ന്യൂകാസിൽ കേന്ദ്രമായി
ക്നാനായക്കാർക്കും മലയാളി സമൂഹത്തിനും ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിക്കും സേവനം ചെയ്തു വരുന്ന എല്ലാവരെയും നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ലാളിത്യവും ജനകീയ മുഖവുമുള്ള ബഹുമാനപ്പെട്ട സജി തോട്ടത്തിലച്ചനെ നിറഞ്ഞ മനസ്സോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി UKKCA ട്രഷറർ സെൻട്രൽ കമ്മിറ്റി മെമ്പറുമായ ശ്രീ വിജി ജോസഫ്. UKKCയുടെ വരവ് ചെലവ് കണക്കുകൾ സത്യസന്ധതയോടെയും സുതാര്യതയോടെയും കൈകാര്യം ചെയ്യുന്ന വ്യക്തി. ചെയ്യുന്ന ജോലിയോട് തികഞ്ഞ അർപ്പണ മനോഭാവവും ആത്മാർത്ഥതയും ഉള്ള വ്യക്തിത്വം. ഫൈനാൻസ് മാനേജ്മെൻറ്റിൽ തികഞ്ഞ അച്ചടക്കം പുലർത്തുന്ന UKKCAക്ക് ലഭിക്കാവുന്ന അനുയോജ്യനായ ഒരു ധനകാര്യമന്ത്രി. UKKCയുടെ 2018-19 വർഷത്തെ ട്രഷററും ശ്രീ വിജി ജോസഫിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് UKKCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ബിപിൻ ലൂക്കോസ് പണ്ടാരശ്ശേരി. 2018 ഇത്തവണത്തെ കൺവെൻഷനിൽ 2 കമ്മിറ്റികളെ ഒരേ സമയം നയിക്കുന്ന വ്യക്തി. ഏറ്റെടുത്ത ജോലിയോട് തികഞ്ഞ ഉത്തരവാദിത്വവും അർപ്പണ മനോഭാവവും പുലർത്തുന്ന വ്യക്തി. കമ്മ്യൂണിറ്റി സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഏത് സമയവും ഓടി നടക്കുന്ന സെൻട്രൽ കമ്മിറ്റി മെമ്പർ. UKKCA വൈസ് പ്രസിഡന്റ് ശ്രീ ബിപിൻ ലൂക്കോസിനെ സ്നേഹപൂർവ്വം നിങ്ങളുടെ ഏവരുടെയും പേരിൽ നിറഞ്ഞ മനസ്സോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി UKKCA ജോയിന്റ് സെക്രട്ടറി സണ്ണി ജോസഫ് രാഗമാലിക. UKKCA സെൻട്രൽ കമ്മിറ്റിയിലെ ഞങ്ങളുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരൻ. എല്ലാവരുമായി നല്ല വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി. തികഞ്ഞ സമുദായ സ്നേഹി. സർവോപരി ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ കടുത്ത ആരാധകനുമായ UKKCA ജോയിന്റ് സെക്രട്ടറി ശ്രീ സണ്ണി ജോസഫ് രാഗമാലികയെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി UKKCA സെൻട്രൽ കമ്മിറ്റിയിലെ ഞങ്ങളുടെ ഇളയ സഹോദരൻ ജോയിന്റ് ട്രഷറർ ജെറി ജെയിംസ് പായ്ക്കാട്ടുമാലിൽ. ഇറ്റലിയിൽ നിന്നും UK-യിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോഴും തികഞ്ഞ സമുദായ സ്നേഹത്താൽ UKKCയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതൻ. 2019 UKKCA ഏറ്റെടുക്കുന്ന പ്രധാന ഈവൻ്റായ ഹോളി ലാൻഡ് ട്രിപ്പിനെ കോർഡിനേറ്റ് ചെയ്യുന്ന സെൻട്രൽ കമ്മിറ്റി അംഗം. UKKCA ജോയിന്റ് ട്രഷറർ ജെറി ജെയിംസിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം ആശംസിക്കുവാനുള്ളത് സെൻട്രൽ കമ്മിറ്റി അഡ്വൈസർ ബിജു മടുക്കക്കുഴിയാണ്. കഴിഞ്ഞ കമ്മിറ്റിയെ വളരെ വിജയകരമായി നയിച്ച വ്യക്തി. അടുത്ത 2 വർഷക്കാലം ഞങ്ങളുടെ ഉപദേശകൻ. ഞങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും ഉറച്ച പിന്തുണ നൽകി ഈ കൺവെൻഷൻ്റെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഭംഗിയായി നിർവഹിക്കുന്ന UKKCA സെൻട്രൽ കമ്മിറ്റി അഡ്വൈസർ ശ്രീ ബിജു മടുക്കക്കുഴിയെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അടുത്തതായി മുൻ UKKC സെൻട്രൽ കമ്മിറ്റി അഡ്വൈസർ ശ്രീ ജോസി നെടുന്തുരുത്തി പുത്തമ്പരയാണ്. UKKCയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി ഇടപെടുകയും പ്രശ്നങ്ങളെ വളരെ നയപരമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തി. വ്യക്തിബന്ധങ്ങളിലുള്ള ഇഴയെടുപ്പം കാത്തു സൂക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തുകയും സഹോദരതുല്യം കഴിഞ്ഞ 2 വർഷക്കാലം ഞാനുമായി വ്യക്തിപരമായി വളരെയധികം അടുപ്പം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്ന എൻ്റെ മുൻഗാമി UKKC സെൻട്രൽ കമ്മിറ്റി അഡ്വൈസർ ശ്രീ ജോസിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി എത്തുന്നത് വുമൻസ് ഫോറത്തിൻ്റെ സാരഥി ശ്രീമതി ടെസി ബെന്നി മാവേലിയാണ്. സാരഥ്യം ഏറ്റെടുത്ത നാൾ മുതൽ വുമൻസ് ഫോറത്തിൻ്റെ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനായി അഹോരാത്രം കഷ്ടപ്പെടുന്ന വ്യക്തി. വുമൻസ് ഫോറം എന്ന വനിതാ കൂട്ടായ്മയെ ജീവശ്വാസമാക്കിക്കൊണ്ട് നടക്കുന്ന അതിൻ്റെ പ്രസിഡന്റ്. വുമൻസ് ഫോറം ഏറ്റെടുത്ത പുതിയ കാൽവയ്പ്പുകളെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന വ്യക്തികളിലൊരാളായ യുണൈറ്റഡ് കിങ്ഡം ജ്ഞാനായ കാത്തലിക് വുമൻസ് ഫോറം പ്രസിഡന്റ് ശ്രീമതി ടെസി ബെന്നി മാവേലിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് യുവത്വത്തിൻ്റെ നായകൻ ശ്രീ ജോൺ സജിയെയാണ്. യുവാക്കളാണ് ഒരു സമൂഹത്തിൻ്റെ ചാലകശക്തി. KCYL എന്ന സംഘടന രൂപം കൊണ്ട നാൾ മുതൽ UKKC എന്ന മാതൃസംഘടനയ്ക്ക് നൽകി വരുന്ന സഹകരണം നിസ്തുലമാണ്. യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ യുവാക്കളെ 21ാം നൂറ്റാണ്ടിലെ ജ്ഞാനായ സമുദായത്തിൻ്റെ യഥാർത്ഥ ബന്ധാവിലേക്ക് നയിക്കേണ്ട അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന KCYL പ്രസിഡന്റ് ശ്രീ ജോൺ സജിയെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ആഗോള ജ്ഞാനായ സമൂഹത്തിൻ്റെ സംഘടനയായ DKCC എന്ന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് മാണിയാണ്. ഒന്നിലധികം തവണ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരുന്ന വ്യക്തി. UKKCയുടെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചിട്ടുള്ള മുൻ പരിചയമുള്ള DKCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് മാണിയെ സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി UKKC എന്ന സംഘടന ഏറ്റെടുക്കുന്ന എല്ലാ പദ്ധതികൾക്കും പരിപൂർണ പിന്തുണ നൽകുന്ന ഒരു സംരംഭമാണ് അലൈഡ് ഫൈനാൻസ്. വർഷങ്ങളായി UKKC നടത്തുന്ന എല്ലാ കൺവെൻഷനുകളെയും സാമ്പത്തികമായി സഹായിച്ചു വരുന്ന അലൈഡ് ഫൈനാൻസ് UKKC എന്ന പ്രസ്ഥാനത്തിന് എന്നും അടിയുറച്ച പിന്തുണയാണ് നൽകി വരുന്നത്. UKKCയുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളിലും കൈയയച്ച് സഹായിച്ചു വരുന്ന ഈ കൺവെൻഷൻ്റെ മെഗാ സ്പോൺസറായ അലൈഡ് ഫൈനാൻസിൻ്റെ പ്രതിനിധി ശ്രീ കിഷോർ ബേബിയെ ഈ വേദിയിലേക്ക് സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ കൺവെൻഷൻ്റെ ഗ്രാൻഡ് സ്പോൺസർ ശ്രീ ജിജോ മാധവപ്പള്ളിയാണ്.
UKKCയുമായി വർഷങ്ങളായി അടുത്ത ബന്ധം പുലർത്തുന്ന UKKCയുടെ മുൻ വൈസ് പ്രസിഡന്റ്, UKKCയെ ഏറ്റെടുത്ത് നടത്തുന്ന ഹോളി ലാൻഡ് പദ്ധതിയുമായി സഹകരിച്ച് അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി യത്നിക്കുന്ന കൺവെൻഷന്റെ ഗ്രാൻഡ് സ്പോൺസർ ശ്രീ ജിജോ മാധവ് പള്ളിയെ ഏവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. ഈ കൺവെൻഷന്റെ ഗംഭീര വിജയത്തിന് പിൻപിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കഷ്ടപ്പാടും പരിശ്രമവും സഹകരണവും ഒന്ന് മാത്രമാണ്. നിങ്ങൾ നൽകുന്ന പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ ശക്തിയും വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നതിനുള്ള ഞങ്ങളുടെ പ്രചോദനവും. ഇന്ന് നമ്മോടൊപ്പം അമേരിക്ക, ഇറ്റലി, ഓസ്ട്രേലിയ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിയ നമ്മുടെ പ്രിയ ജ്ഞാനായ സഹോദരങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പ്രതികൂല കാലാവസ്ഥയുടെ വെല്ലുവിളികളെ അതിജീവിച്ചും ജോലി തിരക്കുകളെ അവഗണിച്ചും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിറഞ്ഞ മനസ്സോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ജ്ഞാനായ. താങ്ക് യു മിസ്റ്റർ സാജു ലൂക്കോസ്. പ്രിയപ്പെട്ടവരെ, ഒരറിയിപ്പുണ്ട്. നമ്മളുടെ ഒരു സഹോദരൻ്റെ ഒരു വോക്സോൾ സഫീറയുടെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. UKKCA എന്ന നമ്മുടെ അഭിമാനമായ സംഘടനയുടെ 10 റീജിയനുകളിലായുള്ള 51 യൂണിറ്റുകളെ ഒരേ മനസ്സോടെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് സഭയോടൊപ്പം സമുദായത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ദീർഘവീക്ഷണത്തോടെ അതിലുപരി കരുതലോടെ UKKCA എന്ന നമ്മുടെ സംഘടനയെ മുന്നിൽ നിന്ന് നയിക്കുന്ന അമരക്കാരനാണ് UKKCയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ തോമസ് ജോസഫ് തൊണ്ണമാവങ്കൽ. Ladies and gentlemen, I proudly invite the Honorable President of UKKCA, Mr. Thomas Joseph, for the presidential address.